മേഘാലയയിലെ കുന്നിൻചെരിവുകളിലൂടെയുള്ള യാത്ര അവസാനിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തി ഗ്രാമമായ ദവ്കിയിലാണ്. പ്രകൃതി തന്റെ ക്യാൻവാസിൽ വരച്ചു ചേർത്ത ഒരു അത്ഭുതം പോലെയാണ് ഈ ഗ്രാമം. ദവ്കി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വായുവിൽ ഒഴുകി നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ആ കൊച്ചുവഞ്ചികളാണ്. ദവ്കിയുടെ ആത്മാവ് ഉങ്കോട്ട് നദിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നദിയായി അറിയപ്പെടുന്ന ഉങ്കോട്ടിന്റെ തെളിനീരിലൂടെയുള്ള ബോട്ടിംഗ് ഒരു മാന്ത്രിക ലോകത്തെ അനുസ്മരിപ്പിക്കും. നദിയുടെ അടിത്തട്ടിലെ ഓരോ മണൽത്തിരിയും കല്ലുകളും മീനുകളുടെ നീന്തലും അത്രമേൽ വ്യക്തമായി മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. വെയിലടിക്കുമ്പോൾ ജലം വജ്രം പോലെ തിളങ്ങുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. നിശബ്ദമായ ആ നദിയിലൂടെയുള്ള യാത്രയിൽ പ്രകൃതിയുടെ സംഗീതം മാത്രം കേൾക്കാം. നദിക്കു കുറുകെയുള്ള പുരാതനമായ തൂക്കുപാലം ഒരു വശത്ത് ദവ്കിയുടെ ഗാംഭീര്യം വിളിച്ചോതുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ പാലം ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ്. ഇതിലൂടെ നടക്കുമ്പോൾ താഴെ കുഞ്ഞൻ ബോട്ടുകൾ ഒഴുകി നടക്കുന്നത് കാണാൻ ദൂരെയുള്ള മലനിരകളുടെ പശ്ചാത്തലം ഒരു അപൂർവ ദൃശ്യവിരുന്നാണ് ഒരുക്കുന്നത്. ഇവിടെ നദിക്ക് ഒരു അതിർത്തിയുമില്ല. തമാബിൽ അതിർത്തിയിലെത്തുമ്പോൾ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തി രേഖകൾ നമുക്ക് കാണാം. പാറക്കല്ലുകൾ പെറുക്കുന്ന തൊഴിലാളികളും അങ്ങേക്കരയിൽ സന്ദർശകരായി എത്തുന്ന ബംഗ്ലാദേശികളും ഒരേ നദിയുടെ രണ്ട് തീരങ്ങളിലായി സൗഹൃദം പങ്കിടുന്നത് കാണാം. രാജ്യങ്ങൾക്കിടയിലെ വേർതിരിവുകൾ ഇവിടെ പ്രകൃതിയുടെ ഭംഗിയിൽ അലിഞ്ഞുപോകുന്നു. ദവ്കിയിൽ നിന്ന് അല്പം മാറിയുള്ള ഷനോണ്ടെങ് എന്ന കൊച്ചു ഗ്രാമമാണ് സഞ്ചാരികളുടെ മറ്റൊരു സ്വർഗം. നദീതീരത്തെ കല്ലുകൾ നിറഞ്ഞ തീരങ്ങളിൽ ക്യാമ്പ് ചെയ്ത് രാത്രികൾ ചെലവഴിക്കുന്നത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമായിരിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി കയാക്കിങ്ങും ക്ലിഫ് ജമ്പിങ്ങും ഇവിടെയുണ്ട്. തണുത്ത തെളിനീരിലേക്ക് ചാടുന്നത് മനസ്സിലെ എല്ലാ ഭാരങ്ങളും ഇറക്കിവെക്കാൻ സഹായിക്കും. മേഘാലയയിലെ മഴയുടെ കരുത്ത് കഴിഞ്ഞ് പ്രകൃതി ശാന്തമാകുന്ന ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് ദവ്കി സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. ഈ സമയത്താണ് ഉങ്കോട്ട് നദി അതിന്റെ പൂർണ്ണമായ തെളിച്ചം വീണ്ടെടുക്കുന്നത്. ദവ്കി വെറുമൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, അത് പ്രകൃതിയുടെ വിശുദ്ധി നേരിട്ടറിയാവുന്ന ഒരിടമാണ്. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് മാറി ശാന്തതയുടെയും കുളിർമയുടെയും ലോകത്തേക്ക് ഒരു ഒളിയിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ദവ്കി എന്നെന്നും പ്രിയപ്പെട്ടവനായിരിക്കും.